എത്ര വലിയ ഇബാദത്തുള്ളവനായാലും അവസാനം ചിലപ്പോൾ മനസ്സ് തെറ്റിപ്പോകാൻ, ഇബ്ലീസിന്റെ വഴിയിലേക്ക് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സലുല്ലാഹൽ ആഫിയ. ഈമാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനോടൊരു മനുഷ്യൻ ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം ആരോഗ്യമാണ്. ആരോഗ്യം അനിവാര്യമാണ്. അതിനെപ്പോഴും നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ടൊന്നും ഓടാൻ പാടില്ല. പഠിച്ചോനെ, ഇന്നിപ്പോൾ എനിക്കൊരു ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഒരു അസുഖവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണീച്ച് പോവുകയാണെങ്കിൽ എപ്പോഴാണ് വലിയ വലിയ ലക്ഷങ്ങൾ ചെലവിടേണ്ടി വരുന്ന അസുഖത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തു വേണം? അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആവശ്യവും നിങ്ങൾക്ക് ദുനിയാവിലില്ലാന്ന് വെച്ചോളൂ. എന്നാലും അള്ളാഹുവിനോട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഇതെങ്കിലും പറയുന്ന അടിമയോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്താൽ മാത്രം പോരാ. ദുആ നമുക്ക് ചെയ്യാൻ പറ്റണം. ഒറ്റക്ക് അള്ളാഹുവിനോട് സംവദിക്കണം. ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ചവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും പടച്ചവന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാത്ത ആളുകളിന് എത്ര വലിയ തിരക്ക് പിടിച്ചിട്ട് ദുആരക്കൂല, അല്ലെങ്കിൽ ദുആക്കിരിക്കൂല, അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് മര്യാദക്ക് ആമീൻ പറയൂല, അതിൽ മടി കാണിക്കും എന്നുള്ള ആളുകളാണ് അത്രത്തോളം ആരാധനകളിൽ, ഇബാദത്തുകളിൽ വളരെയേറെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഈ പ്രാർത്ഥനയോട് മടി കാണിക്കുന്ന, വിരോധം വെക്കുന്ന ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ഓൻ ദുആ ചെയ്യാണ്ട് മരിക്കൂല എന്നാണ്. ഒരു ദുആവും എനിക്ക് വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതിയിരിക്കുന്ന ആളുകളായാലും മരിക്കുന്നതിന് മുമ്പ് ഓനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യിപ്പിച്ചിട്ടല്ലാണ്ട് ഓൻ ദുനിയാവെന്ന് മരിക്കൂല എന്നാണ്. അത്രക്കും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ത്? ദുആ എന്ന് പറയുന്നത്. അത് മുഅ്മിനിന്റെ ആയുധവും കൂടിയാണ്. ഇവിടെ നമ്മൾ ഇതാ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് തേടുന്ന കൂട്ടത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനോട് പഠിപ്പിച്ചു. 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണേ. 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ. പടച്ചോനെ, ഞങ്ങളുടെ കേൾവിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 രീതിയിൽ ഇതിന് നമുക്ക് വിശദീകരണം കൊടുക്കാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാതിന്റെ ശക്തി, കേൾവി ശക്തി, അത് മരിക്കുന്നത് വരെ നിലനിൽക്കുക എന്നുള്ളത് കേൾവിയുടെ ബറക്കത്താണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പരസ്പരം മനസ്സിലാക്കാൻ ഏറെ നിർബന്ധമായിട്ടുള്ള ഒന്നാണല്ലോ കേൾവി എന്നുള്ളത്. അതില്ലാതെ വരുമ്പോ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല, സംസാരിക്കാൻ പറ്റുകയില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട്, മറ്റോൻ കേൾക്കുന്നില്ല എങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കേൾവിയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ. മറ്റൊന്നോ നല്ലത് കേൾക്കുക എന്നുള്ളതാണ്. ചെവി ഉണ്ടായി എന്നത് കൊണ്ടായില്ല നല്ലത് കേൾക്കുക. കേൾക്കാൻ, നല്ലത് കേൾക്കാനുള്ളൊരു തൗഫീഖ്. ജുമാക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നു. വരുത്തൊക്കെ കുറെ വൈകിയിട്ടുണ്ട്. ഇപ്പോൾ വയസ്സന്മാരടക്കം അതില് വളരെയേറെ പുറകോട്ടാണ്. പണ്ടൊക്കെ കോവിഡ് വരുന്നതിന് മുമ്പ് 11:45, 12 മണിക്കൊക്കെ നിസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്ന ആള് കോവിഡ് വന്നപ്പോൾ അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ജുമായും ജമാഅത്തും എന്നൊക്കെ മുടങ്ങിയതും നഷ്ടപ്പെട്ടതും എനിക്ക് ഓർമ്മയില്ല. പടച്ചോനെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു. ഇപ്പോ ബാങ്ക് കൊടുത്തിട്ടും ഇവിടെ ഖുത്ബൊക്കെ തുടങ്ങുന്ന നേരത്തെ ചില 60, 65, 70 വയസ്സായ ആൾക്കാരൊക്കെ കയറി വരുന്നത്. കോവിഡിന്റെ ശേഷം ഒക്കെ ലെവല് തെറ്റിപ്പോയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഈമാൻ കൂടിയിട്ടുണ്ട്, വേറെ ചില ആളുകൾക്ക് തീരെ ഈമാൻ ഇല്ലാതെ പോവുകയും ചെയ്തിട്ടുണ്ട്.
തീരെ ഈമാനില്ലാതെ പോയവരുണ്ട്. നിസ്കാരത്തിൽ ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ പുറകോട്ട് വന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാങ്ക് കേട്ടിട്ട് പോലും അത് കേൾക്കാത്ത രൂപത്തിലാക്കി മാറ്റുന്നവരുണ്ട്. കേൾവിക്ക് ബറക്കത്തില്ല. ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതിനെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ, അത് നിങ്ങളുടെ ആഖിബത്ത് നന്നാകാനുള്ളതാണ് എന്ന് പരിശുദ്ധ ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് നമ്മുടെ വർത്താനം നമ്മൾ നിർത്തൂല, നമ്മുടെ സംസാരം നമ്മൾ നിർത്തൂല, അതിന് ചെവി കൊടുക്കൂല. പള്ളിയിലൊക്കെ സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ദിക്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഉദ്ദേശം എന്താണ്? ആ തുടങ്ങിയതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. തീരാ നേരത്തായ നമ്മൾ പോവുള്ളൂ, എന്നാലേ അവിടുന്ന് ചോറിട്ടുള്ളൂ, ചിരണി ഇട്ടുള്ളൂ. തിന്നാൻ കിട്ടുന്നിടത്തേ പിന്നെ ആളെ കിട്ടുള്ളൂ. ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ ചോറുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആളുണ്ടായേനെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തന്നെ ചീരണി ഉണ്ടെന്നും കൂടി നോട്ടീസ് കൊടുത്തണെങ്കിൽ കുറച്ച് ആളുണ്ടായിട്ട് ഉണ്ടോ? ഇന്നും ചീരണി ഉണ്ടാ? അപ്പൊ നാളെയുണ്ട്. പഠിച്ചത് നിങ്ങൾ ഭയങ്കര മാഷാ അല്ലാഹ്. അമ്പലം ചെറുതാണെങ്കിലും വിഗ്രഹം വലുതെന്ന് പറഞ്ഞ മാതിരിയാണ്. ചെറിയ മഹല്ലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മാഷാ അല്ലാഹ് കേമായിട്ട് നടത്തുന്നുണ്ട്. അള്ളാഹു ബറക്കത്ത് തരട്ടെ. അള്ളാഹു ഈ ബറക്കത്ത് എന്നും അള്ളാഹു ഈ നാട്ടിൽ നിലനിർത്തി തരട്ടെ. എന്തിനും ഏതിനും ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാഷാ അല്ലാഹ്. എന്നാ നിങ്ങളത് അനൗൺസ് ചെയ്തിനാ ചോറുണ്ട് എന്നുള്ളത്? വെറുതെ അല്ല അപ്പൊ ഇത്രയെങ്കിലും ആൾക്കാർ വന്നത്, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല ഉസ്താദ്. അങ്ങനെയല്ല നിങ്ങൾ കരുതിയത്, ഞാനങ്ങനെ കരുതിയിട്ടില്ല. അള്ളാഹു ഒന്നും അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാണ്. ചോറുണ്ടാക്കുന്നിടത്തേ നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 12 ദിവസവും റബീഉൽ അവ്വലിന്റെ മൗലൂദും കഴിച്ചിട്ട് റസൂലുള്ളാഹിന്റെ സ്നേഹവും റസൂലുള്ളാഹിന്റെ ആ ഇടപെടലും ഒക്കെ നമ്മൾ സ്വഭാവമൊക്കെ പഠിച്ചു വെച്ചിട്ട് റബീഉൽ അവ്വലിൽ നിന്നാണ് ചോറ് കൊടുക്കുന്ന അടി ഉണ്ടാക്കുന്നത്. കാസർഗോട്ടാറ് ഞാനടക്കം. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. പയ്യന്നൂരിൽ നിന്നൊക്കെ പേര് വന്നത് ആടുന്ന് കല്യാണം കഴിച്ചപ്പോൾ യാപ്പിളായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അടിയുണ്ടാക്കിയ ടീമാണ് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ജില്ലക്കാർ. എവിടെയാന്ന് ഞാൻ പറയില്ല, ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. റബീഉൽ അവ്വലിന്റെ ദിവസം, അല്ലാഹുവിന്റെ റബ്ബി അല്ലേ. അപ്പോ നല്ലത് കേൾക്കാം. ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് പോലും നല്ലത് കേൾക്കാന്ന് പറഞ്ഞാൽ ഖുതുബ അവിടെ ഇരുന്ന് കേൾക്കണം എന്നുള്ളത് അനിവാര്യമാണ്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്. അത് ഫർള് നിസ്കാരത്തിന്റെ 2 റകഅത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ജുമാ ഖുതുബ എന്നുള്ളത്. ആണുങ്ങൾ എന്തിനാ പള്ളിക്ക് വരുന്നു, ജുമാക്ക് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയും നല്ല ഉറക്കം കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ വരണം ഉസ്താദെ. എന്തൊരു സുഖാന്നറിയാം വെള്ളിയാഴ്ച ജുമാക്ക് ഉറങ്ങാൻ. ആകെ എണീക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ അപ്പൊ അന്നേരം ചിലപ്പോ എന്ത് ചെയ്യും, ഉറക്കുന്ന ഇങ്ങനെ അറിയാണ്ട് എണീച്ചു പോകും. അല്ലെങ്കിൽ ആദ്യത്തെ ഖുതുബയിൽ ഒരു ഇരുത്തുണ്ടല്ലോ, ഒരു ആയത്ത് ഓതിയിട്ടല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ആയത്തങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ അവിടെ ദ്വാരക്കാനുണ്ട്. വലിയ ഇജാബത്തുള്ള സമയമാണത്. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ആ സൗണ്ട് കേൾക്കാത്തപ്പോഴാണ് ചില ആൾക്കാർ ഇങ്ങനെ കണ്ണൊന്നും ഇങ്ങനെ തുറന്നു നോക്കുന്നത്. പഠിച്ചോനെ ഇത്ര നേരം ആംബുലൻസിന്റെ സൈറൻ കേട്ടുകൊണ്ടിരുന്നു, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന്. സൗണ്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ, അങ്ങനെ ഉണ്ടല്ലോ. ചില ഉപ്പാര് ഫാന് മാറ്റാൻ സമ്മതിക്കൂല. എന്താ, ആ ഫാനിന് ഇങ്ങനെ സൗണ്ട് ഇട്ട് പണ്ടേ സൗണ്ട് കേട്ട് ആ സൗണ്ടിൽ ഉറങ്ങി. ഇനിയിപ്പോൾ സൗണ്ടില്ലാത്ത ഫാനൊന്നും, നിന്റെ റിമോട്ട് കൺട്രോൾ ഫാനൊന്നും അവിടെ പറ്റൂല. കാരണം എന്താ, ഉറക്കം കിട്ടൂല. അങ്ങനെയാണ്. അപ്പൊ വെള്ളിയാഴ്ച ജുമാക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ വയലിന് വരുന്നത് എന്തിനാണ്? അവരെ ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ കിട്ടുന്ന ഒരു റാഹത്തുള്ള സമയമാണ് ഈ വയലിന്റെ സമയം എന്ന് പറയുന്നത്. എല്ലാവരും അല്ല കേട്ടാ, ഞാൻ ചോദിച്ചു നോക്കിയാട്ടെ. കാരണം രാവിലെ മുതലേ വൈകുന്നേരം വരെ ഈ സമയം വരെ അവർക്ക് ജോലിയും പണിയും വീട്ടുജോലിയും ഒക്കെ ആയിട്ട് കുറച്ച് റാഹത്തോടെ വന്ന് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ നിങ്ങൾ ചിലപ്പോൾ ഇടക്കുന്ന ലെഫ്റ്റ് അടിച്ചു പോകും. പെണ്ണുങ്ങൾ അങ്ങനെ എണീച്ചു പോകില്ല. കാരണം എന്താ, അവർക്ക് ആകെ സമാധാനം കിട്ടുന്ന ഒരു കേന്ദ്രം എന്നുള്ളത് ഈ വയലിന് വരുമ്പോഴാണ്. അപ്പോ വന്നിട്ട് ഇരുന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാർ അവിടെ എത്തിയിട്ടും കേൾക്കാനുള്ള തൗഫീഖില്ല എന്നാണ് ഞാൻ പറയണത്.
നല്ലത് കേൾക്കാനുള്ള തൗഫീക്കില്ല. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞ് ആരും എണീച്ച് പോകരുത്, ഒരു 5 മിനിറ്റ് എല്ലാവരും ഇരിക്കണേന്ന്. അന്നേരം അതുവരെയുള്ള എല്ലാ ജുമാക്കും പിന്നെ ദുആ കഴിഞ്ഞിട്ട് പോന്നോൻ അങ്ങനെ പറഞ്ഞപ്പോൾ നേരത്തെ എണീച്ചിട്ട് പോയി. ദുആ കഴിഞ്ഞിട്ട് എണീച്ചിട്ട് പോകുമ്പോൾ ഉസ്താദ് വിചാരിച്ചേക്കാണ്ട് അയാളെ പ്രസംഗത്തിന് ഇരിക്കാതെ പോവാണെന്ന്. അപ്പം നേരത്തെ പോയേക്കാം. നാട്ടുകാർ എത്ര പേരുണ്ട് ചെവി കൊടുക്കുന്നവര്? ഏറ്റവും കൂടുതൽ പ്രസംഗത്തിന് ഇരിക്കേണ്ടത് ഈ പയ്യന്നൂരിന്നും കണ്ണൂരിന്നും പിന്നെ അല്ലെങ്കിൽ തെക്കൻ ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന ഉസ്താദന്മാർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇരുന്ന് കൊടുക്കേണ്ടത്. പള്ളിയിലെ ഉസ്താദിന്റെ പ്രസംഗം 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് അത് നാടിന്റെ പൾസറിഞ്ഞിട്ട് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉസ്താദിനെ നിങ്ങൾ ചെവി കൊടുക്കണം. എന്താണ് ഉസ്താദ് പറയണത്? എന്താ ഇവിടുത്തെ ഒരു ആലിമ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്? എന്ത് ഉത്തരവാദിത്തമാണ്? ഈ നാടിനെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഖത്തീബ് ഉസ്താദിന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് കമ്മിറ്റിക്കും മേലെയാണ്. ഇവിടെ എങ്ങനെ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഈ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. നമ്മളെ ജോലിക്കാരല്ല ഖത്തീബും മുക്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്നവരെ തുച്ഛമായ ശമ്പളത്തിനൊക്കെ ഒരിക്കലും അതാവൂല്ല. അവരൊക്കെ ചെവി കൊടുക്കണം. നമ്മൾ ആലിമീങ്ങൾക്ക് ചെവി കൊടുക്കണം. അവരെന്താണ് പറയുന്നത് നോക്കണം. ഇവിടെ ഇതിനപ്പുറത്തേക്കൊക്കെ വേറെ രീതിയിലൊക്കെ ചെവി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാം കേൾക്കുന്ന ടീമാണല്ലോ. എല്ലാം കേൾക്കുക. സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം. ഹുസൈൻ സലഫിന്റെ ഉണ്ടാകും, മുജാഹിദ് ബാലുശ്ശേരിന്റെ ഉണ്ടാകും, സിറാജിന്റെ ഉണ്ടാകും. പിന്നെ ഏതാണ്? സിറാജ് ബാലുശ്ശേരി. പിന്നെ അങ്ങനെ കുറെ എണ്ണം. എന്താ പറയാ, ഖുർആന് കഷ്ണം പഠിച്ചിട്ട് അതിനെ കള്ളരൂപത്തിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ മുശ്രിക്കാക്കി നടക്കുന്ന കുറച്ച് ടീമുണ്ട് നമ്മുടെ ഈ നാട്ടിലെ കൂട്ടത്തിൽ ഉണ്ട്. ഇന്നലെ വരെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് 8 റക്അത്താണ്. ഇന്നലെ വരെ നിസ്കാരത്തിന് ശേഷം ദുആർന്നിരുന്നു. ഇപ്പോൾ എനിക്കത് പറ്റൂല. ചെയ്യുന്നവരൊക്കെ ശിർക്കായി, മക്കാമ് പോകുന്നവരൊക്കെ മുശ്രിക്കായി, ഖുതുബിയത്ത് കഴിക്കുന്നവരൊക്കെ പള്ളിയിനുള്ളിൽ കഴിക്കുന്നതിനകത്ത് അമ്പലത്തിൽ കഴിക്കുന്നതിന് തുല്യായി. ഇല്ലേ? ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ ഇപ്പൊ കുറെ ചെറുപ്പക്കാര്. നിങ്ങൾ മരിച്ചാളോട് എന്തിനാ പറയണത്? നിങ്ങൾ എന്തിനാ മരിച്ചാളോട് സഹായം ചോദിക്കുന്നു? എന്നാൽ ഈ പൊട്ടന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ് 5 വക്ത് നിസ്കരിക്കുന്നത്? 50 വക്തല്ലേ നിസ്കരിക്കണ്ടേ? നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. മലയാളത്തിലൊക്കെ ഖുത്ബ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ അത്തയ്യാത്തും ഫാത്തിയൊക്കെ മലയാളത്തിൽ തന്നെ ഒതുക്കൂടെ? ഇതിന്റെ ഖുത്ബ മാത്രം മലയാളത്തിലാക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണ്ടേ? മരിച്ചാളോട് നിങ്ങൾ മരിച്ചാൾ അങ്ങനെ സഹായിക്കാന്ന് പറയുന്നു. മരിച്ചാൾ സഹായിച്ചിട്ടല്ലേ കൂട്ടരെ? മൂസാ നബി മരിച്ചതല്ലേ? ആ മൂസാ നബി അല്ലേ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത്, നബി നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് പറ്റൂലെന്ന്. അള്ളാന്റെ അടുത്ത് വീണ്ടും പോടുന്നു. പോയി വന്നിട്ടല്ലേ 45-ലേക്ക് എത്തി. ഇനി 5 എന്ത് 45 ചുരുക്കി 5-ലേക്ക് എത്തി. ആ 5 വക്ത് നിസ്കാരമല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. ഈ 45 വെട്ടിച്ചുരുക്കിയത് ആര് കാരണമാണ്? നിങ്ങൾ ചരിത്രം കേട്ടിട്ടില്ല? പറയ്, ആര് കാരണമാണ്? മൂസാ നബി അലൈഹി സ്വലാം കാരണല്ലേ? മൂസാ നബി റസൂലുള്ളാഹിക്ക് മുമ്പ് മരിച്ചോയില്ലേ? മരിച്ചോയ മൂസാ നബിയെ സഹായിച്ചത് തെറ്റായില്ലേ? അപ്പൊ ഈ പൊട്ടന്മാരൊക്കെ നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരം എങ്ങനെ ശരിയാവുക? അവർ 50 വക്ത് നിസ്കരിക്കണ്ടേ? കാരണം അവര് പറയണ്ടേ മരിച്ചാളെ സഹായിക്കാൻ പറ്റൂല, ആ സഹായം നമുക്ക് ശരിയാവൂല, അത് റസൂലുള്ളാഹിനെ സഹായിച്ചേ ശരിയായില്ല. നമ്മൾ 50 വക്തിന്റെ ആളാണ്. അവര് നിസ്കരിച്ചോട്ടെ രാവിലെ മുതൽ രാത്രി വരെ. ഇത് നമ്മൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ 4 കഷ്ണം ആയത്തൊക്കെ ഓതും. ശരിയാ, ഓൻ പറയുന്നത് ശരിയാ, ഓള് പറയുന്നത് ശരിയാ, മറ്റോ പറയുന്നത് ശരിയാ, മറ്റുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വസ്വാസാക്കുന്ന കുറെ ടീം, ഈമാനിനെ ദുഷിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആശയത്തിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടുപോകുന്ന കുറെ ടീംസുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തൊക്കെ കാരണം ഇത് ഈ വിരലൊന്നും ഇങ്ങനെ നീക്കിയാൽ മതി. ഒന്ന് നീക്കി അടുത്തത് വരുന്നത് എന്താണ്? നമ്മുടെ ഈമാനെ ദുഷിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാന്നുള്ളതല്ല. ഗ്രൂപ്പൊക്കെ വാട്സപ്പിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ഓരോരുത്തർ അവരവർക്ക് തോന്നിയ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, പഠിച്ചോനെ ഇത് പറഞ്ഞത് ശരിയാണല്ല, മൗലിദ് കഴിക്കാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ മൗലിദ് പറ്റൂല. എന്നാ ഓന്റെ പുരക്ക് ഓന്റെ മക്കള് ബർത്ത്ഡേ കഴിക്കുന്നതിന് വിരോധമില്ല. കഴിഞ്ഞുപോയ ഉപ്പാപ്പന്മാര് പറയുന്നതൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാ ഉപ്പാപ്പാനെ ഓർമ്മിക്കാണ്ട് നിസ്കാരത്തിൽ സലാം വീട്ടുന്നില്ല. പാരമ്പര്യം ഇല്ലാണ്ട് ഇസ്ലാം ഇല്ലല്ലോ.
പാരമ്പര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ലല്ലോ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബി എന്നുള്ളത് റസൂലുള്ളാഹിക്ക് മുമ്പുള്ള പാരമ്പര്യമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിനും ഏതിനും അള്ളാഹിനോട് ചോദിച്ചാൽ മതി, നിങ്ങളതിന് അതിന്റെ ഇടയിൽ അടയാളന്മാരെ വെക്കുന്നതെന്ന് ചോദിച്ചു. മഹ്ശറയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവായിട്ട് അടുക്കുന്ന ഒരു സമയം ഏതാണ്? മഹ്ശറയിലാണ്. അടിമയും ഉടമയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് അത് മഹ്ശറയിലാണ്. ആ മഹ്ശറയിൽ നിങ്ങൾക്ക് ഹിസാബിനായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? എന്തിനാണ് അവിടെ പ്രവാചകന്മാരോടെല്ലാം ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചിട്ട് അവസാനം പ്രവാചകന്മാരൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. ആ വിരൽ ചൂണ്ടുന്നത് ആരെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ നബി തങ്ങളല്ലേ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നത്. ആ ശുപാർശയിലല്ലേ ആളുകൾ അങ്ങോട്ട് ഹിസാബിനെടുക്കാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരെ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ടവരെ നരകത്തിലേക്ക്. ശഫാഅത്തുൽ ഉദമ ആമ്മായിട്ട് എല്ലാ ആളുകൾക്കും, മുസ്ലിമീങ്ങൾക്കും അവിശ്വാസികൾക്ക് അടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ഒരുക്കാൻ വേണ്ടിയിട്ട് ശഫാഅത്തുൽ ഉദമ ഹബീബായ നബി തങ്ങളല്ലേ ചോദിക്കുന്നത്. എന്തേ മനുഷ്യന്മാർക്ക് ഡയറക്റ്റ് അടുത്ത് ചോദിച്ചൂടെ അള്ളഹാനോട്? എന്തിനാ റസൂലുള്ളാഹിനെ ഇടയിൽ നിർത്തുന്നത്? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരിക്കലും ഈ സമയത്ത് സഹായം ചോദിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ തട്ടിയോ മാറ്റിയോ? ഇല്ല. അല്ലെങ്കിൽ എന്തൊരു വിഡ്ഢിത്തരമാണ് കൂട്ടരെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഈ കൂട്ടരൊക്കെ മക്കയിൽ പോകുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്. എന്തൊരു പൊട്ടത്തരാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആരെ ഈ ഹജ്ജ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചത് ആരാണ്? ഒന്ന് പറഞ്ഞാട്ടെ, ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ ഇത്ര സഈ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യണം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കണം, ഇന്ന സ്ഥലത്ത് കല്ലെറിയണം എന്ന് ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ ഇനി വരാനുള്ള ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിപ്പിച്ചു കൊടുത്ത ഇൽമൊക്കെ അവിടെ പോയി ചെയ്യുന്നുണ്ട്. എന്നാൽ പഠിപ്പിച്ച ഉസ്താദിനെ പറ്റൂല. അവർക്ക് മദീനത്തേക്ക് പോയിക്കൂടാ. അവിടെ പോയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. ഈ വിവരദോഷികളായ ആളുകൾ അവർ നമ്മുടെ മുശ്രിക്കാണെന്ന് പറയുന്നതിനേക്കാളും കഷ്ടമല്ലേ അവരുടെ കാര്യം? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹുവും അവന്റെ റസൂലിനോടുള്ള മഹബ്ബത്തില്ല എങ്കിൽ ഈമാനില്ല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മഹബ്ബത്തില്ല എങ്കിൽ ഈമാനില്ല. ഖാദിസിയ്യ യുദ്ധത്തിൽ സ്വഹാബത്തിനെ അവിടെ തോൽക്കുമെന്നുള്ള ഭയം വന്നപ്പോ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്ത് ചർച്ച ചെയ്തത് എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ എന്തോ ഒരു സുന്നത്ത് നമ്മൾക്ക് മിസ്സായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളെ ഏതൊരു സുന്നത്ത് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അതെന്താണ് എന്നാണ്. അവരെ കയ്യിൽ നോക്കുമ്പോൾ ഒരു അറാഖിന്റെ കഷ്ണവും ഇല്ല. അവർ അറാഖ് സംഘടിപ്പിച്ചു. ഖാദിസിയ്യ യുദ്ധം നടന്നു. അവിടെ വിജയമുണ്ടായി. എന്താ ഉണ്ടായത്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിലനിർത്തി. സുന്നത്ത് നഷ്ടപ്പെടുമ്പോ ലോകത്ത് വലിയ വലിയ അദാബുകൾ ഉണ്ടാകും. ഇജ്ജാദി ഫിത്നകൾ ഉണ്ടാക്കുന്ന സലഫികളും വഹാബികളൊക്കെ ലോകത്ത് കടന്നു വന്നത് കൊണ്ടാണ് ഈ ഉമ്മത്തിന് വലിയ വലിയ അദാബുകൾ വന്നു തുടങ്ങിയത്, ബറക്കത്ത് കുറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, സഹപാഠികളിൽ ഇത്തരം വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ നിൽക്കരുത്. ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവും പറയുന്നത് ശരിയാണല്ലോ, കാരണം അതിന്റെ അത്ര ഇൽമ നമ്മൾ ആ ഭാഗത്ത് പഠിച്ചിട്ടില്ല. അപ്പൊ അറിയുന്ന ആലിമീങ്ങളോട് പോയി ചോദിക്കണം നമ്മൾ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ ഉസ്താദെ, ഇതിനെന്താണ് കൃത്യമായ മറുപടി എന്നുള്ളത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നല്ലത് കേൾക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാതിന്റെ ബറക്കത്ത് എന്നുള്ളത്. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇന്ന് പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിനേക്കാളേറെ, നന്മ നിറഞ്ഞ വഅദുകളും ഉപദേശങ്ങൾ കേൾക്കുന്നതിനേക്കാളേറെ പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്ന കാലമല്ലേ? അതിന് ചെവി കൊടുക്കാൻ മടിയില്ലാത്ത വിഭാഗമല്ലേ കൂടുതലും കാണാൻ കഴിയുന്നത്? യാ അല്ലാഹ്, ഒരു നാട്ടിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, ആത്മീയ മജ്‌ലിസുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആളുകൾ കുറവാണ്. മറിച്ചോ
ഒരു കോമഡി ഷോ, അല്ലെങ്കിൽ ഒരു പാട്ട് ഷോ, സ്റ്റേജ് ഷോ, ഇതുപോലെ ഏതെങ്കിലും പാട്ടുകാരെ കൊണ്ടുവന്ന് നിരത്തിയിട്ട് അവിടെ പാട്ടുകൾ ഉണ്ടായാൽ അതിനെ കാതുകൊടുക്കുന്ന ആളുകളായി മാറിയില്ലേ? അശ്ലീലതകൾ കേൾക്കാൻ നമ്മൾ ഏറ്റവും താല്പര്യപ്പെടുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പറയണത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നന്മയെ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിലുള്ള നമ്മുടെ ചെവിയും നമ്മുടെ ഉപയോഗവും എല്ലാം ഫിത്നകളിലേക്കാണ് കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കേൾവിയെല്ലാം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഫിത്നകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കേൾവിയെ സൂക്ഷിക്കണേ. ഫിത്ന എന്താ ഫിത്ന എന്ന് പറഞ്ഞാല്? പള്ളിയിൽ വരുന്നതിന് എന്തിനാണെന്നറിയോ? പള്ളിയിൽ വരുന്നത് ആ മുഅജ്ജിനെ കണ്ടാൽ രണ്ട് വർത്താനം പറയാനുണ്ട്. പള്ളിന്റെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഒന്നുകിൽ കമ്മിറ്റിക്കാരെ പറ്റിയിട്ടുള്ള ഫിത്നയായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബിനെ, മുഅല്ലിമിനെ, മുഅദ്ദിനെ പറ്റിയിട്ടുള്ള ഫിത്നയായിരിക്കും, നാട്ടിലുള്ള ആരെങ്കിലും പറ്റിയിട്ടുള്ള ഫിത്നയായിരിക്കും. സ്റ്റെപ്പിലിരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മറ്റോനെ പറ്റിയിട്ട് 2 വാക്ക് കുറ്റം പറയാണ്ട് ഇറങ്ങിയിട്ട് ഈ ഗേറ്റ് കടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല. ഇത് കേൾക്കാനായിട്ട് കുറെ ആൾക്കാർ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. തട്ടുകടയിലും അതേപോലെ തന്നെ പലയിടങ്ങളിലൊക്കെ വയസ്സന്മാരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഉക്കറിന്റെ കടയിൽ നിന്ന് കുറച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഫിത്ന കടിയും. ആരെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാണ്ട് മനസ്സിന് സമാധാനം കിട്ടൂല. വാട്സപ്പ് ഗ്രൂപ്പ് ആരെങ്കിലൊക്കെ അതിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേട്ട് 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 രാത്രി ഇങ്ങനെ ആ വോയിസുകൾ ഇങ്ങനെ കേട്ടിരിക്കുക. ഫിത്നകൾ. ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് പർദ്ദ മാറ്റുന്നതിന് മുമ്പ്, ഊരി വെക്കുന്നതിന് മുമ്പ് വീട്ടിലത്തെ പെണ്ണുങ്ങൾ ആ കുടുംബത്തിനെ പറ്റി, ആ വീട്ടുകാരെ പറ്റി, അവിടെ കണ്ടതിനെ പറ്റിയിട്ടുള്ള ഫിത്ന പറയാൻ അവർക്ക് സമാധാനാവൂല. 2 വർത്താനവും ഫിത്നയും പറഞ്ഞാലേ ഈ പർദ്ദ ഊരിയേക്കാൻ പറ്റുള്ളവർക്ക്. ഇത് കേൾക്കാനായിട്ട് കുറെ കുടുംബക്കാർ, അയൽവാസികളും ഇല്ലേ? നാട്ടിലൊക്കെ എത്ര ഫിത്നകൾ. നിങ്ങളെ കൂട്ടത്തിൽ മാത്രമായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഫിത്ന ഉണ്ട്. ഉസ്താദമാര് ഫിത്ന പറയുന്നവരുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ആ ഫിത്നക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. തമ്മിൽ തന്നെ ലോകത്ത് അള്ളാന്റെ ദുനിയാവില് പാര വെക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ പാര വെക്കുന്ന ടീമാണ് ഉസ്താദന്മാര് എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ, ഈമാൻ നിലനിർത്തി തരട്ടെ. ദുനിയാവിൽ ഒരാൾക്കും നാവ് കൊണ്ട് ദ്രോഹം ചെയ്യാൻ ഒരവസ്ഥ വരാതെ എന്നും സ്നേഹം നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളുടെയും ഫിത്നകൾ കേൾക്കുന്ന സാഹചര്യം വരാതെ നല്ല പോലെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 പേര് കൂടിയാൽ അവിടെ പിന്നെ 3ാമതൊരുത്തനെ പറ്റിയിട്ടല്ലേ വർത്താനം പറയണത്? 3 ആള് കൂടിയാൽ പിന്നെ 4ാമതൊരാളെ പറ്റിയിട്ടല്ലേ സംസാരിക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഒരാളെ പറ്റിയിട്ടും ദുനിയാവിൽ സംസാരിക്കാൻ മറ്റൊരാൾക്ക് നമ്മൾ പറയപ്പെടുന്ന വ്യക്തിക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മളത് ചർച്ച ചെയ്യാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഒരു വഴിക്ക് ഇറങ്ങുകയാണ്. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങുകയാണ്. ആ യാത്രയിൽ അവർക്ക് സഹായത്തിനായിട്ട് മറ്റൊരാളെയും കൂടി അവർ കൂട്ടുകയാണ്. അങ്ങനെ അവരെ നടന്ന് യാത്ര ആരംഭിച്ച് ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അവരൽപ്പം വിശ്രമിക്കാമെന്ന് തീരുമാനിക്കുന്നു. വിശ്രമം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് അവർ തീരുമാനിച്ചത്. വിശ്രമം കഴിഞ്ഞു, ഉറക്കിൽ നിന്നുണർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉണർന്നിട്ട് ഭക്ഷണം റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ സഹായത്തിനായി കൂടെ കൂട്ടിയിട്ടുള്ള അയാള് നല്ല ഉറക്കിലാണ്. അയാൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടിൽ ഒരാള് പറഞ്ഞുപോയി, ഇയാള് ഭയങ്കര ഉറക്കിന്റെ ആളാണല്ലോ എന്ന് പറഞ്ഞു. അത് ഒരാൾ പറഞ്ഞപ്പോ മറ്റാൾ അത് കേട്ടു. അയാളെ വിളിച്ചു, ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവന്നു. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പാചകം ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് വെച്ചു. കടിക്കാൻ വേണ്ടിയിട്ട് ഇവരിയ്ക്കുകയാണ്.
കറിയെടുക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ കറിയെടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള ഭക്ഷണപാത്രത്തിലേക്ക് കൈ നീട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരെ തടഞ്ഞു. സ്വഹാബ, നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല, നിങ്ങളുടെ വായ നിറയെ ഞാൻ മാംസം കാണുന്നുണ്ട്. സ്വഹാബ, പല്ലിലാകെ ഞാൻ മാംസം ഇങ്ങനെ കാണുന്നുണ്ട്. സ്വഹാബ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് അവര് പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ ഉള്ളൂ. യാ റസൂലല്ലാഹ്, കറിയെടുക്കാൻ വേണ്ടി പോയതല്ലേ ഉള്ളൂ, പിന്നെങ്ങനെയാ ഞങ്ങളുടെ വായിൽ ഇറച്ചി ഉണ്ടാകുന്നത്, മാംസം കാണുന്നത് നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നേരത്തെ നിങ്ങളെ കൂട്ടത്തിലുള്ള സഹായിയായി കൂടെ കൂട്ടിയിട്ടുള്ള ആളെ പറ്റിയിട്ട് നല്ല ഉറക്കിന്റെ ആളാണെന്ന് നിങ്ങളിൽ ഒരാൾ പറയുകയും മറ്റേയാൾ അത് കേൾക്കുകയും ചെയ്തുവല്ലോ. അത് കാരണം അത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് സ്വഹാബ. അത് കാരണം അയാളുടെ പച്ചമാംസം നിങ്ങളുടെ പല്ലിൽ ഞാൻ കാണുന്നുണ്ട് സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, മാപ്പാക്കണേ നബിയേ, പൊരുത്തപ്പെടണേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ പറ്റിയിട്ടല്ലോ നിങ്ങളെ പറഞ്ഞത്, ആരെ പറ്റിയാണോ നിങ്ങളെ പറയുകയും കേൾക്കുകയും ചെയ്തത് അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണേ സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെന്നതാ 1,00,000 അതിൽ കൂടുതലൊക്കെ ചെലവിട്ടുകൊണ്ട് പവിത്രമായ ഉംറക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയും പരിശുദ്ധമായ ഹറമൈനിൽ എത്തിപ്പെടുകയും ചെയ്ത ആളുകൾ മക്കയിൽ നിന്നങ്ങ് സലാം പറഞ്ഞിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ചെന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുന്നതാ രണ്ട് ഖലീഫമാർക്കും സലാം പറയേണ്ടവരല്ലേ നമ്മള്, പറഞ്ഞു പോയവരല്ലേ നമ്മള്, പറയാൻ വേണ്ടി അവിടെ എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ദുആ ചെയ്യുന്നവരുമല്ലേ നമ്മള്. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഉറപ്പ് വരുത്തണേ, ഒരാളെ പറ്റിയിട്ടും ഫിത്ന പറയൂല, കേൾക്കുകയുമില്ല. ചില ആളുകൾ പറയാറില്ലേ, ഞാൻ ഫിത്ന പറയാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ പലരും പറയുന്നത് കേൾക്കുന്നവരില്ലേ? കേൾക്കുകയും ചെയ്യരുത് കൂട്ടരെ. കുടുംബത്തിനെ പറ്റിയോ അയൽവാസികളെ പറ്റിയോ നാട്ടിലുള്ളവരെ പറ്റിയോ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോ അതും ഇതും പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെവി കൊടുത്തിട്ട് സേവ് ചെയ്ത് വെക്കല്ലേ. പറയുന്നത് കേൾക്കുമ്പോ പറയാൻ തുടങ്ങുമ്പോ പറയണം, മോനെ, ഒരാളെ പറ്റിയും എന്നോട് ഫിത്ന പറയല്ലേ, കേൾക്കാൻ എനിക്ക് നേരമില്ല. അല്ലാഹു എനിക്ക് തന്നിട്ടുള്ള ഈമാൻ അത് ഏത് രൂപത്തിലാണെന്ന് അറിയുകയില്ലല്ലോ. ആ ഈമാനം മരണം വരെ നിലനിർത്തേണ്ടത് എന്റെ കടമയാണല്ലോ. അതുകൊണ്ട് ഫിത്നകൾ കേൾക്കാതെയുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്. അതിന് നീ എന്റെ കേൾവിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അടുക്കള ഭാഗത്തുള്ള ജനലങ്ങ് തുറന്നു വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ ജനലും തുറന്നു വെച്ചിട്ട് അവളിങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്ന് കാത്തു നിന്നിട്ട് രണ്ടുപേരും ഇപ്പുറം വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നും അപ്പുറത്തുള്ള മറ്റൊരു അയൽവാസിയെ പറ്റിയിട്ട് ഫിത്ന പറയുന്ന സ്വഭാവം, അത് കേൾക്കുന്ന സ്വഭാവമുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ വയത് കേൾക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഉമ്മമാരെ, നോമ്പിന് മാത്രമല്ല ഫിത്ന പറയാനും കേൾക്കാനും പാടില്ല എന്നുള്ളത് മരണം വരെ വിശ്വാസിക്ക് ഭൂഷണമല്ല. അത് ഈമാനുള്ളവർക്ക് ചേർന്ന പണിയല്ല.
ഫിത്നകൾ ഒഴിവാക്കണേ. മറ്റുള്ളവരെ പറ്റി പറയുന്നതും കേൾക്കുന്നതും ഒഴിവാക്കണേ. ഈമാനുള്ള ആളുകൾക്ക് ചേർന്ന പണിയല്ല. ആഖിബത്ത് നന്നായി മരിക്കാൻ ആഗ്രഹിക്കുന്നവര് അതേ വീട്ടിലായാലും ഏത് സ്ഥലത്തായാലും മറ്റൊരാളെയും പറ്റിയിട്ട് നിങ്ങൾ പറയല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ. കാഴ്ചയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കാഴ്ചയിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള 2 നേത്രങ്ങള്, അത് അനുഗ്രഹമാണല്ലോ. എത്രയോ ആളുകൾ കണ്ണുണ്ടായിട്ട് കാണാൻ വയ്യാതെ വിഷമിക്കുന്നവരില്ലേ? കണ്ണട വെച്ചിട്ടും വേണ്ടതുപോലെ പുറത്തിറങ്ങിയിട്ട് നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരില്ലേ? ഉപ്പമാരെ, ഉമ്മമാരെ, ഇതുവരെ അല്ലാഹു തന്ന ആയുസ്സും ആരോഗ്യവും വെച്ചിട്ട് കണ്ണനൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദിവസവും എത്ര വട്ടം ഖുർആൻ എടുത്തിട്ട് ഓതുന്നവരാണ് നിങ്ങൾ? എത്ര വട്ടം നിങ്ങളുടെ കണ്ണുകൊണ്ട് ഖുർആനിലേക്ക് നോക്കുന്നവരാണ് നിങ്ങൾ? ഉപ്പാ, ഉമ്മമാരെ, എത്ര തിരക്കിട്ട ജോലികൾക്കിടയിലും മൊബൈല് നോക്കാൻ നമുക്ക് വിരോധമില്ല, മടിയില്ല. അതിന് വലിയ കാഴ്ചയുടെ ആവശ്യമില്ല. അതിന് നോക്കാൻ നമുക്ക് സമയം കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നില്ല. എപ്പോഴും വാട്സപ്പിലാണ്, ഇൻസ്റ്റയെ നോക്കുന്നവരാണ്, ഫേസ്ബുക്കിലാണ്. പതിരാ നേരമായാൽ പോലും ഉറക്കമൊടിച്ചിട്ട് മൊബൈലിന്റെ മുന്നിലിരുന്നു കൊണ്ട് നോക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, സലാം വീട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊബൈൽ എടുത്തിട്ട് നോക്കുന്നില്ലേ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നമ്മുടെ നോട്ടവും ശ്രദ്ധയും ചിന്തയും ഇന്ന് മൊബൈലിലേക്കാകുമ്പോ ഖുർആൻ അന്യാധീനപ്പെട്ടു പോയില്ലേ? അതിനെ നമ്മൾ മറന്നുപോയില്ലേ? പള്ളികളായ പള്ളികളിലേക്ക് ഉംറ കടിഞ്ഞു വരുമ്പോ എന്റെ പാളിയാറ് പള്ളിയിലേക്ക് ഞാനിതാ ഒരു 10 മുസാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്തിട്ടാ ഉംറയിൽ നിന്ന്, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാനായിട്ട് ഇന്ന് വരെ മുസാഫ് തുറന്നു നോക്കിയിട്ടില്ല. എത്ര പേര് ഇന്നലെ അൽക്കഹഫ് മുസാഫ് നോക്കിയിട്ട് അൽക്കഹഫ് ഓതി വരുന്ന കൈവൊക്കെ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കൂടുതൽ ആളുകൾ നോക്കാത്തവരാണ്. കൂടുതൽ സത്യം പറഞ്ഞല്ലോ. അള്ളാഹു ഇനിയെങ്കിലും നോക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനിയെങ്കിലും നോക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്താ കരുതിയത്? നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ മുസാഫ് വെച്ചിട്ട്, വീട്ടിലൊക്കെ ഇങ്ങനെ മുസാഫ് വെച്ചിട്ട് അതിങ്ങനെ വെച്ച് അതിന്റെ ഭംഗിയും നോക്കിയിട്ട് പറ്റൂല. ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് എന്ത് വേണം? അതിനെ കയ്യെ പിടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് നോക്കി ചുംബനം ചെയ്തിട്ട് വെക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ആ ഖബറിലേക്ക് വരുള്ളൂ കൂട്ടരെ. ഇവിടെ നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അറിയാനും കാണാനും കേൾക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഒന്ന് കണ്ണ് ചിമ്മുന്നൊരു ദിവസം വരുന്നില്ലേ? ആലോചിച്ചു നോക്കിയേ, ഒന്ന് ആലോചിച്ചു നോക്കിയേ. രാത്രി ഇവിടുന്ന് പോവുകയാണ് നിങ്ങള്, പോയി കിടന്നുറങ്ങി, അലാറങ്ങനെ അടിക്കുന്നുണ്ട്. രാവിലെ ഭാര്യ വന്നിട്ട് അപ്പോഴേക്കും വിളിച്ചു, അറിഞ്ഞില്ല, അറിയുന്നില്ല, ചലനമില്ല, കൈക്കും കാലിലും ശരീരത്തിന് എവിടെയും ചലനമില്ല. പിന്നെ ഇവിടെ ബഹളമായി, വേദനയായി, കരച്ചിലായി. അറിഞ്ഞു ബാളിയാറിലുള്ള ഇന്നയാള് മരണപ്പെട്ടു. പള്ളിയിൽ സുബഹിക്ക് അനൗൺസ് വരികയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലുള്ള ഇന്നയാള് അല്ലെങ്കിൽ ഇന്നവള് മരണപ്പെട്ടിട്ടുണ്ട്. വേദനയോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്നെല്ലാരും ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു അവസരം നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നോരാ, മൊബൈൽ എടുത്തിട്ട് അതിൽ വരുന്ന മെസ്സേജുകൾ വായിക്കുന്നോരാ. നമ്മുടെ കണ്ണിന് കാഴ്ച കുറവാണെങ്കിൽ, കയ്യിൽ കീശയിലോ കണ്ണടയില്ല എങ്കിൽ അടുത്തുള്ളവന്റെ കണ്ണട നമ്മുടെ കണ്ണിന് ഫിറ്റാകും, കാഴ്ചക്ക് ഫിറ്റാകുമെങ്കിൽ അത് വെച്ചിട്ട് പോലും വാട്സപ്പിലുള്ള മൊബൈല് വായിക്കുന്നില്ലേ? ഗ്രൂപ്പിൽ വന്നത് വായിച്ചു നോക്കുന്നില്ലേ?
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കിടക്കാൻ വേണ്ടിയിട്ട് ബെഡിലെത്തിയാൽ പോലും അവിടെ ഇരുന്നിട്ട് കാല് നിവർത്തി വെച്ചിട്ട് ഇത് നോക്കാൻ നമ്മൾ നേരം കണ്ടെത്തുന്നില്ലേ? നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ബാക്കിയുണ്ട് നോമ്പ് മുറിക്കാൻ. തസ്ബീഹ് ചൊല്ലാൻ നമ്മുടെ നാവനങ്ങുന്നില്ല. അപ്പോഴേക്കും കയ്യിലതാ മൊബൈല് വന്നു. നോക്കല്ലേ, നമ്മൾ അതിലേക്ക് നോക്കല്ലേ. സുബ്ഹാനല്ലാഹ്, ഇന്നിതാ ആ നോക്കിയ കണ്ണുകൾ ഇങ്ങനെ കുടുംബക്കാരടച്ചു വെച്ചു, കൈകളെ തുടയിലേക്ക് ചേർത്ത് വെച്ചു, കാലിന്റെ തള്ളവിരൽ ചേർത്ത് വെച്ചിട്ട് കെട്ടിട്ട് വെച്ചു. അവിടെ നിന്നതാ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ നിന്നും മെല്ലെ അവിടെ നിന്ന് നമ്മുടെ ശരീരത്തെ എടുത്തിട്ട് ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു മുറിയിലേക്ക് നമ്മുടെ ശരീരത്തെ എടുത്തു മാറ്റുന്നു. അവിടെ നിന്നതാ ഒരു പഴയ കട്ടിലിന്റെ മുകളിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ഓലപ്പായയുടെ മുകളിൽ നമ്മുടെ ശരീരത്തെ അങ്ങ് എടുത്തു വെച്ചില്ലേ? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഇതങ്ങ് ചൊല്ലിയിട്ടതാ ഒരു വെള്ള തുണിയും നമ്മുടെ മേലെ ശരീരത്തിന് മേലെ ഇങ്ങനെ വിരിച്ചു, പുതപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അറിഞ്ഞവരൊക്കെ വരികയാണ്, സങ്കടത്തോടെ വന്നു നോക്കാണ്. ഒരല്പനേരം കഴിഞ്ഞപ്പോ കുറച്ചാളുകൾ താങ്ങിപ്പിടിച്ചിട്ട് കൊണ്ടുപോയി കുളിപ്പിച്ചില്ലേ? റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടതാ നമുക്ക് വേണ്ടിയിട്ട് തറയിൽ വിരിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തുണിയുടെ മുകളിൽ അവിടെ നിന്നതാ കർപ്പൂരവും മൈലാഞ്ചിയിലയും വെച്ചിട്ടുള്ള ആ തുണിയുടെ മുകളിൽ നമ്മുടെ കൊണ്ടുവന്ന് കിടത്തിയില്ലേ? കാലിന്റെ ഭാഗത്ത്, നടുവിന്റെ ഭാഗത്ത്, തലയുടെ ഭാഗത്ത് കെട്ടും കെട്ടിയിട്ട് ഒരുക്കി അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന അവിടെ നിന്ന് അതാ കട്ടിലിന്റെ ഉള്ളിലേക്ക് നമ്മളെ എടുത്തു വെച്ചില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആളുകൾ അവിടെ നിന്ന് അതാ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവല്ലേ? ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ കൊണ്ടുപോയി വെക്കുന്ന പള്ളിയിലതേ ആ പള്ളിയുടെ മുൻവശത്ത് മിഹ്റാബിന്റെ പരിസരത്തിനായി കൊണ്ടുവന്ന് വെച്ചില്ലേ? ആളുകൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചില്ലേ? ആ നിസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ വീണ്ടും നമ്മെ താങ്ങിപ്പിടിച്ചിട്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഇതങ്ങ് ചൊല്ലിയിട്ട് എടുത്തു കൊണ്ടുപോയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഖബറാകുന്ന കല്ലറയില് നമ്മളെ അങ്ങ് എടുത്ത് കിടത്തിയില്ലേ? ഖിബലയുടെ ഭാഗത്തേക്ക് മുഖത്തെ അങ്ങ് വെച്ചിട്ട് അതേ മണ്ണിനോട് നമ്മുടെ കവിൾത്തടത്തെ ചേർത്ത് വെച്ചിട്ട് അവസാനമായിട്ടതാ മൂടുകല്ലെടുത്ത് വെക്കല്ലേ? മോനെ, താഴെ നമ്മുടെ നേരെ താഴെ മണ്ണാണ്, വലതുഭാഗത്ത് മണ്ണാണ്, ഇടതുഭാഗത്ത് മണ്ണാണ്, മുകളിലോട്ടും മണ്ണ് വരാൻ വേണ്ടി പോവാണ്. അവിടെ നിന്നതാ ഖബറിന്റെ ഭാഗത്തങ്ങ് മൂടുകല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മണ്ണ് വാരിയിട്ടില്ലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ ഇതങ്ങ് ചൊല്ലിയിട്ട് ആളുകൾ ഇങ്ങനെ 3 പടി മണ്ണ് വാരിയിടുന്നു. കൈക്കോട്ട് കൊണ്ട് ആ ഖബറിലേക്ക് ഇങ്ങനെ മണ്ണ് വാരിയിടുന്നു. മറമാടലങ്ങ് പൂർത്തിയായില്ലേ? ആ മറമാടലങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നിന്നതാ ചൊല്ലിത്തരികയല്ലേ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ اللهم ألهمه الجواب اللهم جاف القبر عن جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفزع തസ്ബീത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. ഉമ്മമാരെ, കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പെണ്ണാണ് എങ്കിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഇന്നു മുതൽ നമ്മുടെ മനസ്സിൽ അലയടിക്കണം. ഈ തസ്ബീത്ത് ഇങ്ങനെ ഓർമ്മ വരണം. എനിക്ക് വേണ്ടിയിട്ട് പാളിയാറിലുള്ള ഓരോ ആങ്ങളക്കും ഓരോ ഭർത്താവിനും ഓരോ മക്കൾക്കും ചൊല്ലിത്തരാൻ കഴിയുന്നത് ഇത് മാത്രമാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹാ ഇൻദ സുആൽ
السؤال اللهم علمها الجواب اللهم اجعل القبر عن جنبيها اللهم اغفر لها وارحمها اللهم آمنها من كل الفزع. ഈ തസ്ബീത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് അവിടുന്നതാ നിർത്താൻ വേണ്ടി പോകുമ്പോ പള്ളിയിൽ ഏൽപ്പിക്കപ്പെട്ട ഉസ്താദിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് കൊണ്ട് വന്നിട്ട് ഖബറിൽ കിടക്കുന്നവന്റെ മുഖത്തിന്റെ നേരെ മേൽഭാഗത്ത് വെച്ചിട്ടുണ്ട്. വന്നയാൾ ഇന്നലെ രാത്രി വരെ നിങ്ങളുടെ കണ്ട ഖതീബ് ഉസ്താദ് അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറഞ്ഞത്. കമ്മിറ്റിക്കാരോടായിക്കോട്ടെ ജമാഅത്തിന് വന്നവരോടായിക്കോട്ടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന സമയത്തായിക്കോട്ടെ അസ്സലാമു അലൈക്കും എന്നാണ് ഇന്നലെ വരെ സലാം പറഞ്ഞത്. ആ ശരീരത്തിൽ നിന്ന് ആദരിക്കപ്പെട്ട അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മാവിനെ അല്ലാഹു അങ്ങ് തിരിച്ചു വിളിച്ചപ്പോ കൊണ്ടുവന്നൊരുക്കി വെച്ചിരിക്കുന്ന ഖബറിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടപ്പോ വന്നിട്ട് ഉസ്താദ് അവിടെ ഇരുന്നിട്ട് നിങ്ങളോട് സലാം പറയുന്നത് ഇങ്ങനെയല്ലേ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഈ സലാം ഇങ്ങനെ ചൊല്ലിയിട്ട് മോനെ മോളെ അവിടെ ഉസ്താദ് പറഞ്ഞു തരികയാണ്. ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ മുസമ്മയാനി ബിമുൻകരി വ നകീർ. ഞങ്ങൾ ഇവിടുന്ന് പിരിയാൻ പോവാണ്. ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള കടമകൾ ഇവിടെ തീരാൻ പോവാണ്. എല്ലാം അവസാനിച്ചു. ഇനി ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് 2 മലക്കുകളാണ്. അവരുടെ 2 പേരുടെയും പേര് മുൻകർ നകീർ എന്നാണ്. ആ 2 പേരും വന്നിട്ട് അവരെ നിന്നെ വിളിച്ചുണർത്തുന്നു മോനെ, അവര് നിന്നെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം നിന്നോട് ചോദിക്കുന്നത് നിന്റെ ഇമാമാരാണ്, നിന്റെ ഇമാമാരാണ്. ദുനിയാവിൽ 40, 50, 60 കൊല്ലത്തോളം അല്ലാഹു ജീവിതം തന്നിട്ട് ഒരു വട്ടമെങ്കിലും ഖുർആനെ കയ്യിൽ പിടിക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയവരാണ് എങ്കിൽ അറിയണേ രക്ഷിതാക്കളെ, ഖുർആനുമായിട്ട് ഖൽബ് കൊണ്ടുള്ള ബന്ധം നമുക്കില്ലാതെ പോയിട്ടുണ്ട് എങ്കിൽ മറുപടി പറയാൻ കഴിയില്ല. പറയണം അവിടെ നിന്റെ ഇമാമ് ഖുർആനാണ്. അതിന് വേണ്ടത് എന്താണ്? ജീവിതത്തിൽ അല്ലാഹു നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഖുർആനില്ലേ, ആ ഖുർആനിലേക്ക് നോക്കണേ. അത് ഖബറിൽ നിങ്ങൾക്ക് നേരം പോക്കായി വരുന്നതാണ്. അല്ലാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഖുർആനിന്റെ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതിന് ജീവിതത്തിൽ ഖുർആനെ കയ്യിൽ പിടിക്കാൻ ഇന്നു മുതൽ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ദിവസവും അതിനോട് മുഖം തിരിക്കാതെ ഖൽബ് കൊണ്ട് ഖുർആനിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടച്ച റബ്ബ് അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മളിങ്ങനെ ദ്വാരക്ക ആമീൻ പറയാന്നല്ലാതെ ചില ആളുകളൊക്കെ ഇതൊക്കെ എടുക്കണമെങ്കിൽ ഓർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണം. അപ്പൊ തങ്ങളടുത്ത് പോയി ഏതോ മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിന്റെ അടുത്തും പോയി അയാൾ പറഞ്ഞു നിങ്ങൾ 40 ദിവസം ബഖറ ഓതണം, അല്ലെങ്കിൽ ഇന്നാലിന്ന സൂറത്ത് ഓതണം. അതൊക്കെ സുഖമായിട്ട് ഓതും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. മക്കളില്ല എന്നും പറഞ്ഞ് സങ്കടം പറയുന്ന ആളോട് പറഞ്ഞ് നിങ്ങളെ മക്കളുണ്ടാകാൻ വേണ്ടി ഇന്ന സൂറത്ത് ദിവസവും എടുത്തിട്ട് ഓതിക്കോളൂ. അതാകുന്ന വരെ ഓതും. കുട്ടികൾക്ക് കല്യാണം ആയിട്ടില്ല, മക്കൾക്ക് കല്യാണം ആയിട്ടില്ല, അതാകുന്നത് വരെ ഓതും. പിന്നെ അത് കഴിഞ്ഞാൽ വേണ്ട. എല്ലാം അങ്ങനെയാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നവരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. മനുഷ്യൻ എന്തെങ്കിലും അടങ്ങേറെ ബുദ്ധിമുട്ടും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം അല്ലാഹുവിനെ വിളിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പോയി. ഇവിടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ള, നിർത്താൻ വേണ്ടി പോകുന്ന നേരത്ത് പറയാനുള്ളത്, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിവസം നമുക്ക് വരുന്നത് അത് ഇന്നത്തെ രാത്രിയോടുകൂടെ നാളെ പകലിലാണോ നമുക്ക് വേണ്ടി ഖബർ കൊയ്ക്കുക, അതിനാള് വരിക നമുക്കറിയില്ല. നാളെ ഉച്ചക്കാണോ നമ്മുടെ ഖബറിലെത്താ അറിയില്ല. നാളെ വൈകുന്നേരത്തോടെയാണോ അതും അറിയില്ല. ഒന്നും അറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ ഭൂമിയിൽ
ആകെ നമ്മുടെ അവസാനമായിട്ട് ഭൂമിയുടെ മുകളിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ബാളിയാറുള്ള നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഭൂമിന്റെ മുകളിൽ കിടക്കാനുള്ള സ്ഥലമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. നിങ്ങളുടെ 75 ലക്ഷത്തിന്റെ വീടല്ല, 80 ലക്ഷത്തിന്റെ വീടല്ല, 1 CR വീടല്ല, അല്ലേ? കോടികൾ ചെലവിട്ടിട്ട് ഇപ്പോഴും അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസൈൻ മാറ്റാണ്. ഇതൊന്നും ചെയ്ത വീടല്ല അവസാനം കിടക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിലാണ് ഏറ്റവും ലാസ്റ്റ്. ഇവിടുന്ന് പിന്നെ ആളുകൾ എടുത്ത് കൊണ്ടുപോയിട്ട് നേരെ ചെയ്യുന്നത്, മറമാടുന്നത് പള്ളിക്കാട്ടിൽ, ഖബർസ്ഥാനിൽ, നമ്മുടെ ആറടി മണ്ണിൽ. ഭൂമിന്റെ മുകളിൽ അവസാനം കിടക്കുന്നത് ഈ പള്ളിയാണ്. അതുകൊണ്ടാണ് പള്ളിക്ക് സഹായിക്കണമെന്ന് എപ്പോഴും പറയുന്നത്. എന്തിനാണെന്നറിയോ? പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ കിടക്കേണ്ട വീടിനെയും ഭവനത്തെയും അള്ളാഹു നന്നാക്കി തരും. ദുനിയാവിൽ അള്ളാന്റെ ഭവനം എന്ന് പറയുന്നത് പള്ളിയാണ്. ഈ പള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവിടെ ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ വരുമാന മാർഗത്തിന് വേണ്ടിയാണ്. പലർക്കും ഇതിനോട് ഇന്ന് മുഖം തിരിക്കുന്നൊരു സ്വഭാവം വന്നിട്ടുണ്ട്. പള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് വരിസംഖ്യ 100 റുപ്യ ഉള്ളത് 150 റുപ്യ ആക്കിയാൽ അള്ളാന്റെ റബ്ബേ, ജനറൽ ബോഡിയിൽ കുലുമാല്. എന്താ കുലുമാല്? 100 റുപ്യ വരിസംഖ്യ ഉണ്ടായത് 50 റുപ്യ കൂട്ടി 150 റുപ്യ ആക്കി. നാട്ടിലെ കുഴപ്പം. ഇതെന്തിനാ 150 റുപ്യക്ക്? കമ്മിറ്റിക്കാരെ എപ്പോഴും അവർക്ക് പറയാനുണ്ടാകുക സങ്കടമാണ്. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ആ കൊടുക്കുന്ന ശമ്പളമൊക്കെ ചിലപ്പോൾ 3-4 യോഗം ചേർന്നിട്ട് 500 റുപ്യ കൂട്ടി കൊടുക്കുള്ളൂ. ഒരു കൊല്ലം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലയിടത്തൊക്കെ പിന്നെ ബാത്റൂമിലെ ക്ലോസറ്റിലെ വെള്ളം പോലെയാണ്, കൂടുമില്ല കുറയുമില്ല. കുറെ കൊല്ലം അങ്ങനെ തന്നെ പോകും. കൊടുക്കുമ്പോൾ പറയും, ഉസ്താദേ എങ്ങൾക്ക് 10,500 15,000 ആണെങ്കിൽ എന്താ ഭയങ്കര ബറക്കത്തല്ലേ എന്ന് പറയും. നമുക്കൊക്കെ 45-50 വരുമാനം ഉണ്ട് ഉസ്താദേ, പക്ഷേ ഈ 50 റുപ്യ കിട്ടിയിട്ടൊന്നും വീട്ടിൽ എവിടെയും ഒരു ബറക്കത്തില്ല. നിങ്ങളെ 15,000 ഭയങ്കര ബറക്കത്താണ്. അങ്ങനെയല്ലേ പറയാറുള്ളത്? എവിടെ ഉസ്താദന്മാർക്ക് സഹായിച്ചു കൊടുക്കുന്ന ആളുകൾ പിന്നെ മരിക്കണം. നാട്ടിലൊക്കെ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കണം. മരിച്ചതിന് ശേഷം ചിലപ്പോൾ അയാൾ അവരുടെ കുടുംബത്തിനെ അന്വേഷിക്കുകയാണ് നാട്ടുകാർ. എന്നിട്ട് പഠിച്ചോനെ അല്ലാഹ് ഇത്ര കൊല്ലൊക്കെ ഇവിടെ ജോലി ചെയ്തിട്ട് ഉസ്താദിന് വീടില്ലല്ലേ, നമുക്ക് വീടെടുത്ത് കൊടുക്കണം. അടുത്ത കൊല്ലം വയതിന് വന്നപ്പോൾ ചിലപ്പോൾ നമ്മളോടൊക്കെ പറയും, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 10-20 കൊല്ലം ജോലി ചെയ്താൽ. ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ഉണ്ടായി. 10-30 കൊല്ലം ഒരു ഉസ്താദ് ജോലി ചെയ്തിട്ട് ആ ഉസ്താദ് ആ മഹല്ലത്തിൽ വെച്ച് മരണപ്പെട്ടു. എന്നിട്ട് കമ്മിറ്റിക്കാര് അവിടെ ഒരു വയതിന് പോയപ്പോൾ വലിയ അഭിമാനത്തോടെ എന്നോട് പറയാ, ഉസ്താദ് ഞങ്ങൾ മഹല്ലുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ കമ്മിറ്റി വലിയ സംഭവമാണ്, ഇവിടുത്തെ മരിച്ചുപോയ ഒരു ഉസ്താദിന് വീടെടുത്ത് കൊടുത്തിനു. ഞാൻ പറഞ്ഞു, ഇന്നാലില്ല, മരിച്ചുപോയ ഉസ്താദിന് വീടെടുത്ത് കൊടുക്കലോ? അത് നിങ്ങൾ വീട്ടിൽ മറമാടിയതാണോ? വീട്ടിൽ മറമാടിയതാണ്. മരിച്ച ഉസ്താദിനുള്ള വീട് പറഞ്ഞാൽ ഖബർസ്ഥാനിയല്ലേ? അതിനേക്കാളും വലിയ വീടന് ഇപ്പൊ ആർക്ക് എവിടെയാ വരാൻ വേണ്ടി പോകുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് വീടാ മരിച്ച ഉസ്താദിനെ എടുത്തു? മരിച്ച ഉസ്താദല്ല ഉസ്താദെ. ആ ഉസ്താദെ കുറെ കൊല്ലം ഇവിടെ ജോലി ചെയ്തിട്ട് മരിച്ചുപോയി. പിന്നെ അയാൾ അവസ്ഥ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുടുംബത്തിന്റെ ഭയങ്കര വിഷമം തോന്നിയപ്പോ ആ കുടുംബത്തിൽ വീടെടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിച്ച ഉസ്താദിനല്ല വീടെടുത്തു കൊടുത്തത്. മരിച്ച ഉസ്താദിന് വീട് ഒക്കെ റെഡിയായി, അത് 6 അടി മണ്ണ് റെഡിയായി. നിങ്ങൾ ഇനി പറയേണ്ടത് ഒരു കാരണവശാലും കളവ് പറയാൻ പാടില്ല. മരിച്ചു പോയ ഉസ്താദിന്റെ കുടുംബത്തിന് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞോളൂ. മരിച്ച ഉസ്താദിന് നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല. കളവ് പറയാ, അത് പറയാൻ പാടില്ലല്ലോ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ 30 വർഷം നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്തിട്ട് ഇതൊരു കഴിഞ്ഞ വർഷമാണ് ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് കുടുംബത്തെ അന്വേഷിച്ചിട്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അഭിമാനത്തോടെ പറയായിരുന്നു, 10-29 കൊല്ലം ജോലി ചെയ്തിട്ട് ആ ഉസ്താദിന് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു. 1 കൊല്ലം ഞങ്ങളുടെ ഉസ്താദ് ആ വീട്ടിൽ താമസിച്ചു, അതിന്റെ ശേഷമാണ് മരിച്ചത്. അഭിമാനത്തോടെ പറയായിരുന്നു. ഉസ്താദ് മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യ കൂട്ടരെ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയണത്. ജീവിതകാലത്ത് ആളുകളെ ചേർത്ത് പിടിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ജീവിതകാലത്ത് ഇപ്പൊ ഇവിടെയൊക്കെ ഉസ്താദന്മാരുണ്ടല്ലോ, അവർക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ജീവിതകാലത്ത് അന്വേഷിക്കണം, എന്നിട്ട് സഹായം കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ചേർത്ത് പിടിക്കണം. കോവിഡ് കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായി. ശമ്പളം കൂട്ടിക്കൊടുക്കണം, അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം, ഉസ്താദന്മാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. എന്തുകൊണ്ട്? നിങ്ങള് ഉപ്പളെ പോയിട്ട് 1 കിലോ മത്തി മേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോട്ടെ ഇപ്പൊ കോഴിക്കാണല്ലോ വില കൂടുതൽ. ഇവിടത്തെ കോഴിക്കുള്ളത് 150. 150. പിന്നെ ഇവിടുത്തെ എന്താ പറയാ, ഔക്കർച്ച പോയിട്ട് ചോദിക്കുന്ന കോഴിക്കും കിട്ടുന്ന കിലോന്റെ വില പറയുന്നത് 150. പള്ളിത്തെ മുക്കർച്ച പോയി ചോദിക്കുമ്പോൾ കോഴിക്കടക്കാരൻ എന്താ പറയാ, കിലോന് എത്രയാന്ന് പറയുള്ളൂ? 150 അല്ലേ?
50,000 മാസത്തിൽ ശമ്പളം മേടിക്കുന്നവനിക്കും കോഴി 1 കിലോ 150. അതേപോലെ തന്നെ പള്ളിയിലെ ഉസ്താദിന് 180 തന്നെ. പള്ളിയിലെ ഉസ്താദാന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും പിന്നെ ഷോപ്പിലുള്ള ആളുകളോ സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകളോ പൈസ കുറച്ചിട്ടൊന്നും കൊടുക്കൂലല്ലോ. പിന്നെ പരിചയമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തുകൂടായില്ല, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ജീവിത കുടുംബമൊക്കെ ഉണ്ട്, ഉസ്താദന്മാർക്കും കുടുംബമുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ശമ്പളം നല്ലോണം കൊടുക്കണം. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ, ഞാൻ മൊത്തത്തിൽ പറയാ. ആ ശമ്പളം തന്നെ സുബ്ഹാനല്ലാഹ് 3-ാം തീയതി പോയിട്ട് അടുത്ത 30-ാം തീയതി കഴിഞ്ഞിട്ടും കിട്ടാത്ത ചില നാടുകളുണ്ട്. മാസങ്ങളായിട്ട് ശമ്പളം കൊടുക്കാത്തവരുണ്ട്, ഒരു മാസത്തിൽ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാത്തവരുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഉസ്താദന്മാർ ഭയങ്കര സങ്കടം പറയാണ്, ഉസ്താദേ 8-ാം തീയതി കഴിഞ്ഞു, 18-ാം തീയതി കഴിഞ്ഞു, ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? നാട്ടിലുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിലൊന്നും കൃത്യമായ സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ്. വേണ്ടത് നല്ലതുപോലെ ശമ്പളം കൊടുത്തിട്ട് അവരെ നിലനിർത്താൻ കഴിയണം. പള്ളിയുടെയും പരിസര കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. വരിസംഖ്യ കൃത്യമായി കൊടുക്കണം. ചിലയിടങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ് വരിസംഖ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഇത്രയാണ്, ഒരു വീട്ടിൽ നിന്ന് ഇത്രയാണ് കൊടുക്കേണ്ടതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. 5 കൊല്ലമായി പള്ളിക്ക് ഓൻ വരിസംഖ്യ കൊടുത്തിട്ട്. ഓന്റെ കുടുംബത്തിന് ആരെങ്കിലും മരിച്ചാലേ ഇനി പള്ളിക്ക് ആ വരിസംഖ്യ കിട്ടുള്ളൂ.